എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നരച്ച മുടിയെ ഓർത്ത് ആരും കെമിക്കലായിട്ടുള്ള ഡൈകളൊക്കെ വാങ്ങിച്ചും ഒരുപാട് പൈസ മുടക്കി ഒന്നും നമ്മൾ ആ നര മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തന്നെ എത്ര നരച്ച മുടിയാണെന്നതിനെ കറുപ്പിച്ചെടുക്കാൻ പറ്റും. ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം നരച്ച മുടിയെ കറുപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭംഗിവാക്കല്ല, കിളിർത്ത് വരുന്ന മുടി കറുപ്പോടെ കരുത്തോടു കൂടി വളരാൻ നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നരച്ച മുടിയും ഉള്ളവർക്ക് മാത്രമല്ല, മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും താരൻ, ചൊറിച്ചിൽ, അതുപോലെ തന്നെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു പിടി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കരിഞ്ജീരകം നമ്മൾ എങ്ങനെ ചിലവാക്കിയാലും അത് നമ്മൾ അതിൻ്റെ ഗുണങ്ങളോട്ടൊന്നും പോകുന്നില്ല. മുടി സംരക്ഷണ കാര്യത്തിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. കരിഞ്ജീരകം, ഉലുവ, തുളസി ഇല, അതിൻ്റെ പുതിനയില അല്ല, നമ്മുടെ ഞവരയില അല്ലെങ്കിൽ പനിക്കുറിക്കയുടെ ഇല എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. എന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ നല്ലപോലെ വറുത്തെടുക്കുക. കറിവേപ്പിലയൊക്കെ നമ്മുടെ വീടുകളിൽ മിക്ക വീടുകളിൽ സുലഭമായിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മളൊന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു പാക്ക് തയ്യാറാക്കി എടുക്കാനോ അല്ലെങ്കിൽ ഡൈ തയ്യാറാക്കി എടുക്കാനോ നല്ലതാണ്. പിന്നെ തേങ്ങാപ്പീര, നമ്മൾ തേങ്ങാപ്പാലൊക്കെ നമ്മുടെ തലമുടിയിലൊക്കെ തേക്കുകയാണെങ്കിൽ എന്തുമാത്രം ഗുണകരമാണെന്നറിയാമോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണെങ്കിലും ഒക്കെ. അതായത് നമ്മൾ എല്ലാ പാക്കുകളിലും മിക്കപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, 1-2 ചിലവ് തേങ്ങ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡൈയിലാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ്. ഇത് നമ്മുടെ മൈലാഞ്ചി ഇലയാണ് കേട്ടോ. അതിനെ ഉണക്കി ഇട്ടുള്ളതാണ്. അതിലിപ്പോൾ പച്ചയായിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മളിത് എല്ലാം നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മൈലാഞ്ചി ഇല ഉണക്കിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ ഒരു മൂട് മൈലാഞ്ചി നട്ടുപിടിപ്പിക്കുന്നതും ചെമ്പരത്തി ആണെങ്കിലും തുളസി ആണെങ്കിലും പനിക്കുറുക്കയാണെങ്കിലും കറിവേപ്പിലൊക്കെ നട്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറയിൽ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തേക്കുന്നത്. ഇപ്പം കുറച്ചേറെ എടുക്കാം. നമ്മളിപ്പം ഇതിനെ ഒരു പാക്കായിട്ടോ അല്ലെങ്കിൽ ഡൈയിൽ തയ്യാറാക്കാൻ ഒഴിക്കുന്ന ഒരു വെള്ളമായിട്ടോ ഒക്കെയാണ് നമ്മൾ 2 രീതിയിൽ ഈ ഒരു തയ്യാറാക്കുന്ന മിക്സിങ്ങിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തിയുടെ ഒരു 3-4 ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സുലഭമായിട്ട് നമ്മുടെ വീട്ടുവളപ്പിലുള്ളതാണ് മുരിങ്ങയില വെച്ചിട്ട് ഒരുപാട് ഡൈയും പായ്ക്കും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ആഹാര രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞവരയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് സമയമുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാളത്തിന് ഇങ്ങനെയൊന്നും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ സവാള അരമുറി മതി, അല്ലെങ്കിൽ 2 ചുവന്നുള്ളി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതും കൂടെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു പായ്ക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ താളി എന്നുള്ള രീതിയിൽ നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ തയ്യാറാക്കുന്നത് കേട്ടോ. അത് നമുക്ക് എപ്പോഴും സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മുരിങ്ങയിലയൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ്. പിന്നെ കട്ടിക്ക് നമ്മൾ തേയില വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്നത്. അങ്ങനെ ഇതിനെ നമുക്ക് വെറുതെ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. പ്രത്യേകിച്ച് നമ്മൾ പാക്കുകൾ തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആക്കാൻ ശ്രമിക്കേണ്ട. നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ മൈലാഞ്ചി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. മൈലാഞ്ചിയോ അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടിയോ ചേർക്കാം, അല്ലെങ്കിൽ നീലാംബരിയുടെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മൈലാഞ്ചി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു മിക്സിങ്, ഇതിൻ്റെ 3ൻ്റെയും കൂടെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിൽ മിക്കതും നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇതുപോലൊന്ന് ചൂടാക്കുക. ഇതിനെ എല്ലാത്തിനും കൂടെ ചൂടാക്കിയിട്ട് നമുക്ക് ഒരു രാത്രി മുഴുവനും ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ വെക്കുക. ഇതൊരു ഡൈ ആണ് കേട്ടോ. നമ്മൾ മിക്ക വീഡിയോയിലും ഇൻസ്റ്റൻറ്റ് ഡൈ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ പോലുള്ള ഓയിലുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു രാത്രി മുഴുവനും വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് കേട്ടോ. അതിൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. നമ്മൾ ഭംഗിവാക്ക് പറയുന്നതല്ല,
ഇത് നാച്ചുറലായിട്ടുള്ള കെമിക്കലൊന്നും അടങ്ങാത്ത ഡൈ ആണ്. ഡൈ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡൈകൾ ഒറ്റ യൂസ് നിങ്ങൾക്ക് തൽക്കാലത്തിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ചിലപ്പോൾ കെമിക്കലായിട്ടുള്ള ഡൈ ഉപയോഗിക്കുമ്പോൾ തന്നെ അലർജിക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ടായിരിക്കും മിക്ക ആൾക്കാർക്കും. അതുപോലെ തന്നെ ആ ഒരു ഡൈ എനിക്കത് ചേർക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അമോണിയ കണ്ടൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അല്ലാതെ തന്നെ ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡൈകൾക്കിടെ റിസൾട്ട് എന്നേക്കുമായിട്ട് നിലനിൽക്കും. ഇത് നമ്മൾ ഡൈ ഒക്കെ തേച്ചിട്ട് നല്ലപോലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഏത് പ്രായക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു മുടി നരച്ചവർക്ക് മാത്രമല്ല, അകാല നര വരാതിരിക്കാനും വേണ്ടി നമുക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഇല, ഞാൻ മുമ്പത്തെ നമുക്ക് താളിയായിട്ടോ പായ്ക്കായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് പണ്ട് കാലം മുതലേ ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ പാടത്താളി എന്ന് പറയുന്നൊരു ഇലയാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ മുള്ളുകളോട് കൂടി ഒരു ഹാർട്ട് ഷേപ്പിൽ നമ്മുടെ റോഡരികത്തും ഈ പറമ്പിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ഈ ഷാമ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൻപുറങ്ങളിലൊന്നും അത്ര കണ്ട് ഷാമ്പൂ ഒന്നും സുപരിചിതമല്ല. വല്ലപ്പോഴെങ്ങാണേ നമുക്ക് ഷാമ്പൂ ഒക്കെ വാങ്ങിച്ചു തരത്തുള്ളൂ. അന്ന് ഞങ്ങളുടെ ഒരു ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പരത്തി താളിയും ഈ ഒരു പാടത്താളിയൊക്കെയാണ് സ്റ്റാറായിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദത്തിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, മരുന്നായിട്ടൊക്കെ. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ തലയോട്ടിലെ അഴുക്കും താരനൊക്കെ മാറി മുടി നല്ലതായിട്ട് വളരാൻ നല്ലതാണ്. താരനൊക്കെ മാറുമ്പം തന്നെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരും. അന്നേരം ഇത് ഇങ്ങനത്തുള്ള പായ്ക്കോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള നമ്മൾ മുമ്പ് ആദ്യമേ തയ്യാറാക്കിയിട്ടുള്ള ഡൈകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഉപയോഗിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇതും കുളിക്കുന്നതിന് നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂർ മുന്നേ തലയോട്ടിൽ തലമുടിയിൽ തേച്ചിട്ട് നോർമൽ വാട്ടി കഴുകിക്കളയാം. നല്ല ഒരു താളി, നമ്മൾ ഷാമ്പൂവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് ഈ ഒരു താളി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിപ്പം നാട്ടിൻപുറങ്ങളിലേ ഉള്ളൂ. നമ്മൾ പുറത്ത് മാർക്കറ്റിലൊക്കെ ഇതിന് വിപണി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ളതാണ് കേട്ടോ. അന്നേരം ഇതിൽ കുറച്ച് മാത്രം നമ്മൾ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ട് അടിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കട്ടയാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് അരിപ്പിക്കകത്ത് അരിച്ചെടുക്കാൻ പറ്റത്തില്ല. തുണിയിലെങ്ങാനും പിഴിഞ്ഞെടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ മാറി കറക്റ്റായിട്ട് കിടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തലമുടിയിലൊക്കെ ചെറുതായിട്ട് പറ്റിയിരിക്കും. മുടി ഉണങ്ങിക്കഴിഞ്ഞൊന്ന് ചീവി കഴിയുമ്പോഴേ ആ ഒരു പൊടിയൊക്കെ മാറി കിട്ടുകയും ചെയ്യും. നല്ലതാണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു 2 സൈസിലുള്ള താളി എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഡൈ തയ്യാറാക്കുന്ന പൗഡർ, പിന്നെ നാച്ചുറലായിട്ടുള്ളൊരു നമുക്ക് ഡൈ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് വെച്ചാൽ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മൾ എപ്പോഴും വീഡിയോയിൽ ഈ ഒരു 3-4 കാര്യങ്ങൾ ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 9 മിനിറ്റുള്ള വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഞാൻ. ഒരു കാര്യം തന്നെ റിപ്പീറ്റ് പറയുന്നില്ല. നമ്മൾ ഈ കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നുണ്ട്. നല്ലൊരു ഡ്രിങ്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുക്കുംബറിൻ്റെ ആരോഗ്യഗുണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ നാരങ്ങ, ഇതിൻ്റെ നീരിനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടിടുവാണ് കേട്ടോ. അത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിത് ഉപ്പിട്ട് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. മധുരം ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ ലേശം ഉപ്പിട്ടിട്ട് മധുരത്തിന് പഞ്ചസാരയോ ശർക്കരയോ പനങ്കൽക്കണ്ടോ എന്ത് വേണമെങ്കിലും തേനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിതിലേക്ക് ലേശം ശർക്കരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചിട്ട് ഇതിനെ അരിച്ചിട്ടാണ് കുടിക്കണം കേട്ടോ. അതിലൊരു ഉച്ച സമയത്തൊക്കെ ഇതുപോലൊരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ, അതുപോലെ വൈകിട്ടും ആണെന്നില്ല എപ്പോൾ പെട്ടെന്ന് ഒരു 10 മണിക്ക് ശേഷമൊക്കെ, 10 മണി വേണ്ട, നേരം വെളുക്കുമ്പോഴേ ഭയങ്കര ചൂടാണ്. ഇതുപോലെ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തോളം വിശക്കത്തുമില്ല, ദാഹത്തിനൊരു ശമനവും കാണും. അന്നേരം നല്ല ഒരു ഡ്രിങ്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ആരോഗ്യം പ്ലസ് സൗന്ദര്യം, ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു ഡ്രിങ്കാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും ഇങ്ങനത്തുള്ള കൊച്ചു കണ്ടൻറ്റുകളും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, ഒന്ന് കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.